നമ്മളിനി പോകുന്ന കോഴിക്കോട്ടേക്കാണ്. ഗൂഗിൾ കെ വേണുഗോപാൽ ചേരുന്നുണ്ട് പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങൾ നൽകാൻ. ഗൂഗിൾ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണെന്ന കോഴിക്കോട് നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ? ഉന്മേഷ്, നമുക്കറിയാം ഹർഷേനയുടെ ഒരു സമരം കേരളം തന്നെ ഏറെ നാൾ ചർച്ച ചെയ്ത സമരമായിരുന്നു. വയറ്റിൽ കത്രിക കുടുങ്ങിയതിനു ശേഷം ഏറെ നാൾ ഹർഷേനയ്ക്ക് പലതരത്തിലുള്ള ചികിത്സാ പിഴവുകൾ മൂലം പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായ ഒരവസ്ഥ. ആ വിഷയത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഹർഷേന പലതരത്തിലുള്ള പല ആളുകളെ കണ്ടിട്ടുണ്ടെങ്കിലും നഷ്ടപരിഹാരം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഹർഷേനയുടെ കേസ്, നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഹർഷേന നൽകിയിട്ടുള്ള കേസ് എന്ന് സിവിൽ കോടതി പരിഗണിക്കുന്നുണ്ട്. അതിലൊരു തീർപ്പുണ്ടാകുമെന്നാണ് കരുതുന്നത്. അതേസമയം തന്നെ അതിലൊരു തീരുമാനം ഉണ്ടാകുന്നില്ല എങ്കിൽ ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ ഈ മാസം 28 മുതൽ ഹർഷീന സമരം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയിട്ട് ഹർഷീന ആ സമരം പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. 2017 ഹർഷീനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയത്. പിന്നീട് 5 വർഷത്തിന് ശേഷം 2022 ആ കത്രിക എടുത്തു മാറ്റിയിരുന്നു. ആശുപത്രി ഡോക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും മെഡിക്കൽ കോളേജ് പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്ന കിട്ടുന്ന കാര്യത്തിലായാലും അവർക്ക് ഈ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്ന കാര്യത്തിലായാലും ഒരു മെല്ലപ്പോക്കുണ്ട് എന്നൊരു പരാതി നേരത്തെ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒരു സമരം ഹർഷീന നടത്താൻ ഒരുങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. 28-ാം തീയതി ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വസതിക്ക് മുമ്പിലായിരിക്കും സമരം നടത്തുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പന്തീരങ്കാവ് കൂടത്തമ്പാറയിൽ ഒരു പുതിയ ടോൾ പ്ലാസ വരുന്നുണ്ട്. വെങ്ങളം മുതൽ രാമനാട്ടുകര വരെയുള്ള ബൈപ്പാസിലുള്ള ടോൾ പ്ലാസയുടെ പിരിവ് നാളെ മുതൽ തുടങ്ങാനുള്ള തീരുമാനമുണ്ട്. അതുമായി ബന്ധപ്പെട്ട നേരത്തെ വലിയ തരത്തിലുള്ള പരാതികൾ ഉണ്ടായിരുന്നു. കാരണം അടിസ്ഥാന സൗകര്യങ്ങളൊന്നും നടപ്പിലാക്കാതെ ടോൾ പ്ലാസയിൽ പിരിവ് ആരംഭിക്കുന്നതിനെ സംബന്ധിച്ച പരാതി നിലനിൽക്കെ നാളെ മുതൽ ഈ ടോൾ പ്ലാസ പിരിവിന് ഒരുങ്ങുകയാണ്. 90 രൂപയായിരുന്നു നേരത്തെ നിരക്കെങ്കിൽ ആ നിരക്കിന്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു കുതിച്ചുചാട്ടം ഉണ്ടായിരുന്നു. 130 രൂപയാണ് പുതിയ നിരക്ക് പ്രകാരം ടോൾ പ്ലാസയിൽ നൽകേണ്ടി വരിക. അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ കക്ഷികൾ, UDF-ഉം കോൺഗ്രസും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളൊക്കെ പലതരത്തിലുള്ള പ്രതിഷേധവുമായി രംഗത്തൊരുങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ സാഹചര്യത്തിൽ ഇപ്പോൾ ടോൾ പ്ലാസയിൽ നിന്ന് പിരിവ് എടുക്കാനുള്ള വിജ്ഞാപനം പുറത്തിറങ്ങിയിട്ടുണ്ട്. 130 രൂപയാക്കിയതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർക്കും കമ്മീഷണർക്കും ഗതാഗത ഉപരിവകുപ്പ് മന്ത്രാലയത്തിന്റെ വിജ്ഞാപനത്തിന്റെ കത്ത് പുറത്തിറങ്ങിയിട്ടുള്ളത്. നാളെ മുതൽ ടോൾ പ്ലാസയിൽ നിന്ന് പിരിവ് ആരംഭിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഇത്തരത്തിലുള്ള 2 പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് വേണുഗോപാലാണ് കോഴിക്കോട് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.